9th സ്റ്റാൻഡേർഡ് 3rd ചാപ്റ്റർ പാരലൽ ലൈൻസിലെ പേജ് നമ്പർ 58 അതായത് ലാസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ലൈന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ്. ഇവിടുന്ന് താഴോട്ടേക്ക് പറഞ്ഞ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. ഇവിടുന്ന് താഴോട്ടേക്ക് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ് മീനിങ് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് പറയണം? ഇതിൻ്റെ ഹാഫാണ് ഇതെന്ന് പറയണം. ഇതിൻ്റെ ഹാഫാണ് ഇതെന്ന് പറയണം. ഇനി നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഇതും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ രണ്ട് ലൈനും പാരലൽ ലൈൻസ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ പാരലൽ ലൈൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല. ഇത് പെർപെൻഡിക്കുലർ എന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഒരു ലൈനും വന്ന് ഒരേ ഡിഗ്രി അളവിൽ പോകുമ്പോൾ ഈ രണ്ട് ലൈനും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും എന്നുള്ള കാര്യം. പാരലൽ ലൈൻസും ആയിരിക്കും. ഇത് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട്, ഇത് പാരലൽ ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയായിരിക്കും? മിഡ് പോയിൻ്റ് ആവും. അതായത് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ രണ്ട് ലൈനും പാരലൽ ആവുമ്പോൾ ഇതും മിഡ് പോയിന്റിലേക്ക് തന്നെ പോവുക. അതിൻ്റെ മീനിങ് ഇതും എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. മിഡ് പോയിന്റ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിൽ നിന്ന് മറ്റേ മിഡ് പോയിന്റിലേക്ക് പോകുമ്പോൾ തേർഡ് ലൈനിൻ്റെ, അതായത് ഈ ലൈനിൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആൻസർ വരിക, നമ്മളിവിടെ പേര് കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിളിന്. ABC എന്ന് വലിയ ട്രയാങ്കിളും AED, അതായത് നമ്മുടെ മിഡ് പോയിന്റ് D ആണ്. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആകുമ്പോൾ ഇത് 90, ഇത് 90 വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാം ഇത് 90 വന്നതുകൊണ്ട് തന്നെ ഇതും മിഡ് പോയിന്റിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ആദ്യം നമുക്കറിയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് AED. AEDയും ABCയും അല്ലെങ്കിൽ EBC ABC എന്നും പറയാം, അല്ലെങ്കിൽ EBC എന്നും പറയാം. 90 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് പറയാം? 2 ഡിഗ്രി അളവ് സെയിം ആയതുകൊണ്ട് DEയും BEയും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. ഇനി അടുത്തത് D മിഡ് പോയിന്റ് ആണ്, പാരലൽ ലൈൻ ആണ് അല്ലേ. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. D എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് ആണ്. ആൻഡ് DE പാരലൽ BC. മിഡ് പോയിന്റ് ഓഫ് AC ആൻഡ് DE പാരലൽ CB അല്ലെങ്കിൽ BC എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? E ഈസ് എ മിഡ് പോയിന്റ് ഓഫ് AB. ഇയും മിഡ് പോയിന്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ മിഡ് പോയിന്റ് ആണെന്ന് കിട്ടിയ ഉടനെ നമുക്ക് എന്ത് എഴുതാം? DE ഈക്വൽ ടു ഹാഫ് ഓഫ് BC. കാരണം നമുക്കറിയാം ഇതും മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത്, DEൻ്റെ നീളം എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC. ഇത് നമ്മളൊരു ഡെഫിനേഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാം? DE ഈക്വൽ ടു ഹാഫ് ഓഫ് CB ബിക്കോസ് D ആൻഡ് E ആർ മിഡ് പോയിന്റ്സ് ഓഫ് AC ആൻഡ് AB റെസ്പെക്റ്റീവ്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that the distance from the midpoint of hypotenuse to the three vertices of the large triangle are equal. ഈ വലിയ ട്രയാങ്കിളിൻ്റെ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടുന്ന് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കും സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറയണം. അതായത് ആ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന്, കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് അതിൻ്റെ എല്ലാ മൂലക്കേക്കും, ട്രയാങ്കിളിൻ്റെ എല്ലാ മൂലക്കേക്കും ഒരേ നീളമാണെന്ന് പറയണം. എങ്ങനെ പറയാൻ നോക്കാം. നമ്മുടെ നേരത്തെയുള്ള ചിത്രം തന്നെ ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, DEയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പറയേണ്ടത് ADയും DCയും DBയും സെയിം ആണെന്നാണ്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. D എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. D മിഡ് പോയിന്റ് ആകുമ്പം ADയും CDയും അല്ലെങ്കിൽ DCയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇത് നടുക്കുള്ള പോയിന്റ് ആണല്ലോ, മധ്യബിന്ദു ആണല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇത്ര വരെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 വരെ സെയിം ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഈ 2 ട്രയാങ്കിളും, അതായത് AEDയും DEBയും കൺസിഡർ ചെയ്താൽ DE കോമൺ സൈഡാണ്. DE സമം DE ആണ്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? AE സമം EB ആണ്. അതായത് ഈ വരിയും എന്താണ്? സെയിം ആണ്. പിന്നെ ഇത് രണ്ടിനും കോമൺ ആണ് അല്ലേ. ഈ 2 പിക്ചറിനും DE കോമൺ ആണ്. അതുകൊണ്ടാണ് DE ഈക്വൽ ടു DE എന്ന് എഴുതിയത്. അപ്പോൾ 2 സൈഡ് സെയിം ആണെന്ന് കിട്ടി. പിന്നെ ഇത് നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന് അറിയുകയും ചെയ്യാം. ഇതും 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ അറിയില്ല നമുക്ക്, പക്ഷേ ഇവിടെ 90 ഡിഗ്രി ആണെന്നറിയാം. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പം നമുക്ക് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്.
റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ട്രയാങ്കിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പട്ന്യൂസും എന്തും സെയിം ആയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതില്ല വൺ സൈഡ് നമുക്ക് ഇവിടെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ എന്നുള്ള ഇതെടുക്കാം. രണ്ട് വശങ്ങളും അവ കൂടിച്ചേരുന്ന അവിടെയുള്ള കോണും തുല്യമായതുകൊണ്ട് അല്ലേ. എ ഇയും ബി ഇയും സെയിം ആണ്. ഡി ഇ കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ വരിയും ഇവിടെ ഉള്ള ആംഗിളും ഈ വരിയും ഇവിടെയുള്ള ആംഗിളും സെയിം ആയതുകൊണ്ട് രണ്ട് സൈഡും അത് കൂട്ടിമുട്ടുന്നിടത്തുള്ള കോണും തുല്യമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് കിട്ടും. ഈക്വൽ ട്രയാങ്കിൾ ആയോ ഇതും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സൈഡും സെയിം ആണ്, ഇത് കോമൺ ആണ്. അപ്പോൾ പിന്നെ ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനർത്ഥം എന്താ? എ ഡിയും ഡി ബിയും സെയിം എന്ന് പറഞ്ഞാൽ എ ഡി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു ഡി ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ മൂന്ന് സൈഡും സെയിം ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സർക്കംസെൻറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പട്ന്യൂസ്. നമുക്ക് എന്ത് പറയണം? ആ മിഡ് പോയിന്റിൽ നിന്ന്, നമ്മളെ ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? അതിൻ്റെ റേഡിയസ് ആണ് ഉണ്ടാവേണ്ടത്. നമുക്ക് എന്ത് പറയണം? ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ് സർക്കംസെൻറ്റർ എന്ന് പറയണം. നമ്മളെ ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ് സർക്കംസെൻറ്റർ എന്ന് നമുക്ക് പറയണം. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ? ഇതേപോലുള്ളൊരു, അതായത് നമ്മുടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇത് 3ഉം ഇത് 4ഉം ഇത് 5ഉം എടുത്തിട്ടാണ് വരഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് എടുത്തു. ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് സർക്കിൾ വരയുമ്പോൾ ഈ മൂലയ്ക്ക് കൂടിയും കടന്നു പോകും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇതെന്താണ്? ഇത് ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഇത് സർക്കംസെൻറ്റർ ആണ്. ഇവിടത്തേക്ക് എല്ലാ വേർട്ടെക്സിലും നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂട്ടിമുട്ടുന്നുണ്ട് എല്ലാ വേർട്ടെക്സിലും. ഇവിടെയും ഇവിടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ഇതാണ്, 1 2 3. അതിലേക്കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട് ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള പിക്ചർ വരിക. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 59. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, അതായത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ദ സർക്കംസെൻറ്റർ, ഓർത്തോസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് കോയിൻസൈഡ്. അതായത് നമ്മളൊരു പിക്ചർ, ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഒരു പിക്ചർ വരഞ്ഞിട്ട് അതിൻ്റെ സർക്കംസെൻറ്റർ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ എന്താണ്? എല്ലാ ട്രയാങ്കിളിൻ്റെ എല്ലാ മൂലയ്ക്ക് കൂടിയും കടന്നു പോകുന്നൊരു വൃത്തം വരയും. അതിനെയാണ് അതിൻ്റെ നേരത്തെ ഒരു വൃത്തം വരയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സെൻറ്റർ കിട്ടും. അതിനെയാണ് സർക്കംസെൻറ്റർ എന്ന് പറയാം. ഇനി ഓർത്തോസെൻറ്റർ എന്ന് പറയുമ്പോൾ ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യുക? ആൾട്ടിറ്റ്യൂഡ് വരയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് നിന്ന് താഴോട്ടേക്ക് പെർപെൻഡിക്കുലർ ലൈന് വരയാം. പെർപെൻഡിക്കുലർ ലൈന് വരയുന്ന സമയത്ത് അത് പിന്നെ എല്ലാ പെർപെൻഡിക്കുലർ വരയുമ്പം അത് പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് എല്ലാം ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തു. അതാണ് ഓർത്തോസെൻറ്റർ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യാം? സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂലക്കുന്ന്, അതായത് ഒരു വെർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലേക്ക് വരയാം. അപ്പം നമുക്ക് എല്ലാം ഒരു കോമൺ പോയിന്റിലാണ് കിട്ടുക. അതിനെയാണ് എന്ത് പറയുക? സെൻട്രോയിഡ് എന്ന് പറയാം. നോക്കാം നമുക്കത് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ഈ പിക്ചറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ വരിക. എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള ഒരു ഈക്വൽ ട്രയാങ്കിൾ വരിക. എന്നിട്ട് അതിന് പേര് കൊടുക്കുക, ABC എന്ന് പേര് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈനിനെ പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ABൻ്റെ പകുതിയിൽ കൂടുതൽ പെർപെൻഡിക്കുലർ ലൈന് മാത്രം വരയുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. 8th സ്റ്റാൻഡേർഡിൻ്റെ പ്ലേലിസ്റ്റിലെ മറ്റുമാണ് അതുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കാം. പെർപെൻഡിക്കുലർ ലൈന് വരാൻ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ABയുടെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്തിട്ട് മുകളിലും താഴെയും മാർക്ക് വരയാം. അപ്പോൾ ഇവിടെ നിന്നും, അതായത് Aയിൽ നിന്നും ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് പകുതിയിൽ കൂടുതൽ വരയാം. അതുപോലെ Bയിൽ നിന്നും വരയാം. എന്നിട്ട് അത് കൂട്ടിമുട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ആ വര ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്താവും? അത് നേരെ പോയിട്ട് വെർട്ടെക്സിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ലൈനാണ് നമ്മളിത് വരഞ്ഞിട്ടുള്ളത്. അത് എവിടത്തെ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്? ഈ പെർപെൻഡിക്കുലർ ലൈൻ ഈ വെർട്ടെക്സിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്തു? ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് വരയുന്നത്. AC എന്നുള്ള നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇവിടെയും മാർക്ക് വരയാം. ഇവിടെ വെച്ചിട്ട് ഇപ്പുറവും വരയാം. കുത്തനെ വരയാം. ഈ കുത്തനെ വരയുമ്പോൾ ഇങ്ങനെയുള്ള വര എവിടത്തെ കൂടി പാസ് ചെയ്ത് പോകും? B എന്നുള്ള വെർട്ടെക്സിലൂടെ പാസ് ചെയ്ത് പോകും. അതുപോലെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയുന്ന സമയത്ത് അത് Aയിലൂടെയും പാസ് ചെയ്ത് പോകും. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ഇവിടുന്ന് Cയിലേക്കോ Bയിലേക്കോ Aയിലേക്കോ ഉള്ള ദൂരം എടുത്തിട്ട് സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് സർക്കംസെൻറ്റർ. അടുത്തത് ഓർത്തോസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കുത്തനെ വരയാം.
അതിപ്പോൾ ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നേരെ നമ്മളിത് എവിടുന്ന്, അതായത് ഈ വെർട്ടെക്സിന് എടുക്കുന്ന കുത്തനെ ആൾട്ടിറ്റ്യൂഡ് വരിക എന്ന് പറയും, ആൾട്ടിറ്റ്യൂഡ് വരിക. പക്ഷെ ആൾട്ടിറ്റ്യൂഡ് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് വരഞ്ഞു കഴിഞ്ഞാൽ നേരെ നടുക്കേക്കാണ് പോവുക. അതായത് ഈ വെർട്ടെക്സിൽ നിന്ന് നേരെ നടുക്കേക്ക് പോവും, ഈ വെർട്ടെക്സിൽ നിന്ന് നേരെ നടുക്കേക്ക് പോവും, ഈ വെർട്ടെക്സിൽ നിന്ന് നടുക്കേക്ക് പോവും. അപ്പോൾ എല്ലാം നമ്മുടെ ഇപ്പോൾ വരഞ്ഞിരിക്കുന്ന വരകൾ മാത്രമേ അവിടെയും വരുന്നുള്ളൂ. അതായത് നമ്മുടെ ഓർത്തോ സെൻറ്ററും ഇത് തന്നെയാണ്. ഇനി അടുത്തത് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ മൂലക്കുന്ന് ഇതിൻ്റെ മധ്യബിന്ദുവിലേക്ക് വരയുന്നതിനെയാണ് എന്ത് പറയുക നമ്മൾ, ഇതിൻ്റെ പിന്നെ ആംഗിൾ ബൈസെക്ടർ വരയുന്ന, ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇതെല്ലാം മീഡിയൻസ് ആണ്. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് എന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയുന്നതിനെയാണ് എന്ത് പറയുക, മീഡിയൻസ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇവിടുന്ന് അതായത് ഒരു വെർട്ടെക്സ് എന്ന് കുത്തനെ വരയുന്നത്, അതായത് 90 ഡിഗ്രി ഓൾട്ടിറ്റ്യൂഡ് വരയുന്നതിനെയാണ് ഓൾട്ടിറ്റ്യൂഡ്, അത് കുത്തനെ 90 ഡിഗ്രി വരയുന്നത്, പെർപെൻഡിക്കുലർ ലൈന് വരയുന്നതിനെയാണ് എന്ത് പറയുക, ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് വരഞ്ഞപ്പോഴും അതെന്താണ്, ഓൾട്ടിറ്റ്യൂഡ് വരഞ്ഞപ്പോഴും നമുക്ക് അതേ പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോയത്. ഇനി ഇപ്പോൾ പറയുന്ന പേര്, അതായത് മീഡിയൻ്റെ ലൈനും ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലൈനും സെയിം തന്നെയാണ് വരിക. കാരണം എന്തുകൊണ്ടാണ്, നമ്മുടെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഈക്വൽ ട്രയാങ്കിളാണ് വരഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോയിന്റും ഈ കോമൺ പോയിന്റിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോവുക. അപ്പോൾ അതിനർത്ഥം എന്താണ്, സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററും എല്ലാം എന്താണ്, സെയിം ആണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കൂ എന്താ എഴുതിയിട്ടുള്ളത്. In an equilateral triangle ABC, the perpendicular from C to AB passes through the point of AB. എന്ത് ചെയ്യുന്നുണ്ട്, passes through the point AB ആണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, therefore the altitude and median are the same line. altitude മീഡിയനും സെയിം ലൈനിലാണ് ഉണ്ടാവുക. അപ്പം എന്താ, സെയിം ലൈൻ സി ഡി തന്നെയാണ് എന്ത് പറയുക, ഇത് തന്നെയാണ് ഏത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് തന്നെയാണ് മീഡിയൻ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്തനെ താഴോട്ടേക്ക് വരയുന്നത്. അതായത് ഇത് വേറൊരു ടൈപ്പ് ട്രയാങ്കിൾ ആണെങ്കിൽ കുത്തനെ താഴോട്ടേക്ക് വരയുമ്പോൾ ഇത് നടുക്കേ കൂടിയല്ല വരിക, ഇത് ചിലപ്പോൾ വലിയ പാട്ട്, ഇത് കുഞ്ഞിപ്പാട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് ഇതെന്ന് പറയുന്നത് കുത്തനെ താഴോട്ടേക്ക് വരയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് കുത്തനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ മീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് വെച്ചാൽ ഇതിൻ്റെ മധ്യബിന്ദുവിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുക, മീഡിയൻസ് എന്ന് പറയാം. അപ്പോൾ അതെന്ത് തന്നെയാണ്, ഈ സി ഡി എന്ന് പറയുന്ന ലൈൻ തന്നെയാണ് വരുന്നത്. പിന്നെ പെർപെൻഡിക്കുലർ പറഞ്ഞപ്പോഴും ആ സി ഡി എന്നുള്ള ലൈൻ തന്നെയാണ് വരുന്നത്. സി ഡി ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സോ in an equilateral triangle, altitude, median, perpendicular bisector are the same line. അതൊക്കെ എന്താണ്, സെയിം ലൈനിലാണ് ഉള്ളത്. സോ ദാറ്റ് their intersecting is also the same. intersecting പോയിന്റും എന്താണ്, സെയിം ആയിട്ട് തന്നെയാണ് ഉള്ളത്. therefore circumcenter, orthocenter and the centroid are coincide. അതെല്ലാം എന്താണ്, coincide ആണ്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ബൈ.